ഇമ്മച്ചേ ഇത് ഞാൻ ഉറപ്പിച്ചു, ഇതൊന്നും ഞാൻ മാറൂല. ഇപ്പച്ചേ എനിക്ക് എഡിറ്റിംഗ് പഠിച്ചാനാ താല്പര്യം. തിന്നോട് വലാലേ എന്നെ കെട്ടിക്കൊണ്ടപ്പോ എന്തോ ഒരു ചൊർക്കുണ്ടായിന് പാത്തുക. അപ്പൊ എന്നൊക്കെ കോലം കെട്ട് വാടാ കൊലിച്ചായി. ജിന്റെ മാർക്കത്തെ ഡ്രസ് ഒപ്പിച്ചിട്ട് വന്നിക്കല്ലേ. ഇന്നലെ വേറെന്തോ പഠിച്ചാന്ന് അറിയുന്നു. അതിങ്ങനെ ഇടക്കിടക്ക് മാറും. എന്താന്നില്ല എന്റെ മാഞ്ഞാളത്തിന് കൊണ്ടുപോയി ചേർക്കാൻ നിക്കല്ലേ ഞാൻ ഇജാരെ പണി വെച്ചാൽ നോക്കാം. എനിക്ക് സ്ഥലത്ത് പഠിച്ചാൽ പറ്റുള്ളൂ. ഇതിന് കണ്ണും മുറന്നില്ലേ മോൾട്ടിയെ? ആൾക്കാർ പോയി പഠിക്കണിന്റെ ഇടയ്ക്ക് എളുപ്പടുത്തൂടെയാന്ന്. ഇത് കുഞ്ഞാപ്പിന് പറ്റുന്നാവും. അത് പെൺകുട്ടികൾ തിന്നാൻ തരില്ലേ? കൈജാത്ത ഞാൻ പണ്ടേ ഇത്ര ചൊറുക്കന്നെ ഉള്ളൂ. ഇമ്മനോട് അങ്ങനെ കാട്ടലൊന്നുമില്ല. എന്നാലേ ഞാൻ എന്റെ അമ്മായിമ്മനെ കണ്ടു തരട്ടാ. പഠിച്ചോ ഈ തല നീ എന്ത് പോകും പിടിച്ചിട്ടാവുമ്പോ ഇവിടുന്ന് പോവല്ലോ. നല്ലോ തിന്നോ. ഇപ്പച്ചേ ഇനി കൊണ്ടുപോലെ കൊച്ച മിനിറ്റ്. ഞാനേ ഇന്നലെ പറഞ്ഞൊരു ചെറിയ മാറ്റണ്ട്. അല്ലെ ഇപ്പൊ ആൺകുട്ടികളെ ഉണ്ടല്ലേ. പെരുന്നാൾക്ക് ഡ്രസ് എടുത്തരാ നിങ്ങൾക്ക് എന്ത് ഇപ്പൊ ഡ്രസ് എടുത്തരാൻ തോന്നി? പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പൊട്ടിച്ച് നല്ലോ അറിയാം. എനിക്ക് 4 ചുരിദാർ 6 റുപ്യക്കോ. അല്ല നബീസുവാ, ഇജ്ജ് അവിടെ പണിയെടുക്കണത് അനക്ക് മരക്കളൊന്നും ഇല്ലേ? മരക്കളൊക്കെ ഉണ്ട്. രണ്ടാളും കൂടി ആയാൽ പെട്ടെന്ന് തീരുമല്ലോ. ഓളാണെങ്കി എന്നും വന്ന് എന്റെ കുറ്റം എന്താണ് ഞാൻ സോഫ്റ്റ്വെയർ പഠിച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കാണ്. ഞാൻ അന്നെ വിച്ചിക്കാണ്ട് ഇങ്ങനത്തെ ഒന്നിനെ വാങ്ങിയാലോന്ന് ആലോചിച്ചു. ചില പണി നോക്കാം. എനിക്ക് ഒരാളെ കുറ്റം ഒന്ന് കേൾക്കാന്നുള്ള അതിനും വലിയ വെറുപ്പുള്ള കാര്യം വേറെ മുണ്ടല്ല ഖദീജ, മരക്കൾ ഓല ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. ഓളെ കൊറേ കഴിയുമ്പോ തലേ കയറുന്ന ഇറങ്ങും. അപ്പൊ എനിക്കത് പഠിക്കണം. ഇതിനെ നോക്കാൻ പറ്റും. കൊണ്ടുപോലെ ഉത്സവം ഞാൻ വരുമ്പോ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളി 1000 റുപ്യക്ക് 4 ചുരിദാർ ഓൺലൈനിൽ വരെ കിട്ടൂല. അത് എന്നാ ഇവിടെ കിട്ടും. അത് കാണണോ? അങ്ങോട്ട് വാ കണ്ടജി. ഈ 4 ഞാനുള്ള സ്നേഹം കൊണ്ട് പറയണ്ടേ നബീസുവാ. എനിക്കറിയില്ല, എനിക്ക് 5 പെമ്മക്കളാ. എന്നാലും ഇന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. എന്റെ മരുവോളാണ്. ഇത്ര നേരായിട്ടും ബീഫ് ഞാൻ വരത്തിക്കാളാ. ഇപ്പച്ചേ എനിക്ക് ഇന്ന് ഒരു അവസാനത്തെ മാറ്റം കൂടിയിട്ട് ഇതോടുകൂടി എന്റെ മാറ്റിൽ നിന്നില്ലാന്നുണ്ടെങ്കിൽ ഇനി എന്റെ അവസാനം പറയേ. ചായന്റെ വെള്ളക്കൊളുക്ക് കൊണ്ടുവന്നാ ഇല്ലല്ലോ. ഇജ്ജ് മച്ചാൻ കിടക്കുമ്പോഴേ അനക്കൊരു ഊറ്റ് വെള്ളം കിട്ടുന്ന വിചാരിക്കണ നബീസുവാ. വിചാരിക്കണ്ട. എനിക്കൊരു ഗ്ലാസ് ചായ അല്ല വേണ്ട, അത് ഞാൻ ഉണ്ടാക്കി തരാം. എന്താ മാറ്റി പഠിച്ചു? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാലോ എന്ന് ആലോചിച്ചപ്പച്ചേ. അപ്പോഴാണ് ഇപ്പച്ചിന്റെ കുട്ടി ഒരു വെടിക്കെട്ട് കോഴ്സ് തെരഞ്ഞെടുത്തത്. എന്റെ വർത്താനം കേട്ടാലേ ഞാൻ പട്ടണം എടുക്കാൻ വിചാരിക്കുമല്ലോ. എനിക്ക് എന്താ ചായ വേണ്ട തേങ്ങ വേണ്ട, ഞാൻ പോവുകയാണ്. കൂടി 1000 റുപ്യ എടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ ഉള്ളതാണല്ലേ? അതന്നെ പറഞ്ഞ. ഇത് മാത്രല്ല കുറെ ഉണ്ട്. വാ കാണിച്ചു തരാം. ഞാൻ അത് മാത്രല്ല ജെൻസിന്റെ പാന്റ് ഒക്കെ കൊടുക്കണത് വെറും ഇപ്പൊ തന്നെ ജിന്നോട് ഒരു 8-10 കോഴ്സിന്റെ പേര് പറഞ്ഞു. ഈ നാളെ നേരം പെടുത്താൻ മാറുമോ? അത് പറയാൻ പറ്റൂല. പറയാൻ പറ്റൂല. തള്ള കഴിഞ്ഞാ ഇന്നത്ത് കഴിഞ്ഞ് മനുഷ്യന്മാരെ തമ്മിൽ തളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങ കിട്ടണത്? അതടി എനിക്ക് ഈ മനുഷ്യന്മാരെ കുറ്റം കുറവാണോ? ഇങ്ങോട്ട് തിരിച്ചാണ് അനക്ക് നല്ലതേ. ഇതൊക്കെ കൂടി പഠിപ്പിച്ച ഏതെങ്കിലും സ്ഥലം ഉണ്ടോന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ എത്തേലും ആയിക്കോക്കിപ്പച്ചേ. അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ പറഞ്ഞില്ലെങ്കിലേ രാത്രി ഉറക്കം കിട്ടൂല. ഇങ്ങനെ എനിക്ക് കാലാകാലം ഉറക്കി കിടത്ത അറിയാണ്ടൊന്നുമില്ല. നിങ്ങൾ ഇനിങ്ങാടി മൂത്തതായി പോയി. അല്ലെങ്കിൽ കോട്ടം കൂടെ ചവിട്ടി പൊടിച്ച് ഞാൻ ഇന്റെ പറമ്പിൽ ചവിട്ടിയാണ്ടല്ലോ. അതിൽ കഴിച്ചാ ഇതിട്ടോക്കെ എന്നിട്ട് കുട്ടിമാനല്ലത് മോൾട്ടേ. കുട്ടിമാനെടുക്കായി. കുട്ടിമാനൊക്കെ അവിടെ കണ്ട കേരമാർക്കത്തെ ചെറിയൊരു മോയുള്ളൂ. ഇപ്പച്ചേ ഞാൻ പറയണ കേൾക്കാനൊന്നും ഇവിടെ ഒരു മത്സ്യക്കുട്ടി ആരുമില്ലേ? ഇജ്ജ് പറഞ്ഞ കേക്കാനേ. അപ്പൊ നോക്കാം അതിനോട് പറഞ്ഞോളാം. അതാ പോ തള്ളപ്പെടുന്നേ. അല്ല ശരീപ്പേ ഇജങ്ങനെ ഈ കൊടിയും കെട്ടി പോണു? അതിന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ട്. ഇന്ന് പോലീസ് സ്റ്റേഷൻ കത്തും, അല്ലെങ്കിൽ നമ്മള് കത്തിച്ചു. അതല്ല ഞാൻ പറയണ കേക്ക്. ഇതൊക്കെ കൂടി പഠിപ്പിച്ച ഒരു IT ഹബ് ഉണ്ട്. അത് ഞാൻ കണ്ടെത്തിക്കണപ്പച്ചേ. ഞാനറിയാം. അനക്കും ശുക്രാക്കാനമാർക്കും ഉത്തരവാദിത്വം ബോധമൊന്നും ഇല്ലേ? ഇജ് രാഷ്ട്രീയക്കാർക്കും വേണ്ടിട്ട് ചാവാൻ നടക്കുക. എന്താ പത്ത അങ്ങനെ വർത്താനം? രാഷ്ട്രീയ രാഷ്ട്രബോധമൊക്കെ നമ്മളെ കുട്ടിയൊക്കെ വേണ്ടേ? IT ഹബ്ബോ? അതിന്റെ പേരെന്താ? ബെറ്റർ ന്യൂ. പെരിന്തൽമണ്ണുള്ള ബെറ്റർ ന്യൂ. അവിടെ പോണോണ്ട് ഇച്ചി തിരുപ്പതി മാത്രമേ ഉള്ളൂ. നമ്മളെ പ്രസ്ഥാനത്തിന് വേണ്ടി ചാവാൻ വരെ റെഡി ആയിട്ടുള്ള കുട്ടികളുടെ ഇവിടെ. നേതാവേ ഓല് പഠിച്ചെടുക്കുന്ന സമയത്ത് ഓല് അക്രമ രാഷ്ട്രീയത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഓല് ഭാവി എന്താവും? നിങ്ങൾക്ക് തീരെ ബോധമില്ലേ? ഞങ്ങളെ പ്രസ്ഥാനം കാരണം എന്താതോ ഇജ് അവിടെ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റാതെ ഇറങ്ങി പോരാണെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ച പൈസ ചോല് തരും. ആകെ ഒരു സങ്കടമുള്ളൂ. അവിടുത്തെ പ്രസ്ഥാനത്തിന് ഉയരങ്ങളിലെത്തിക്കാനേ ഇത്തരത്തിലുള്ള കരുത്തുറ്റ യുവാക്കളാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്നിട്ട് നേതാവിന്റെ കരുത്തുറ്റ മോനോടെ ലണ്ടനിൽ പഠിച്ചല്ലേ? ഇവിടെ അണികളെ മക്കള് കൂട്ടില്ല കുടുംബില്ല പഠിപ്പില്ല. ബെൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി പോരൂല. അവിടെ നിന്ന് പഠിച്ചു. എന്നാണ് പച്ചേ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് രണ്ടൊക്കെ പോയോക്കല്ലേ? കണ്ട ഇറങ്ങിക്ക. ഞാൻ ഇറച്ചി മസാല പോലീസുകാർക്ക് തല്ലു വാങ്ങി നടക്കുക. ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം? വല്ലാതെ വർത്താനം വേണ്ട. കൗത്തിന്റെ മേലെ താലണ്ട് കാണൂല. കേട്ടില്ല ഷെരീഫ ഇയാള് പറയുന്നത്? സ്വന്തം പാർട്ടിക്കാരെ കുടുംബക്കാരെ കൊല്ലുന്ന ആൾക്കാർ. ഇറങ്ങിയ ചൊറ്റക്ക് പോയൊക്കെ ഉത്സവം കേട്ടില്ലേ? അങ്ങാടി വരെ എന്നൊന്നും ആക്കിയല്ലേ? എനിക്ക് പോകേണ്ടത് അതോ എന്റെ ഭാവിയും ജോലി നോക്കി മുന്നോട്ട് പോകാൻ എനിക്ക് വേണ്ടിയത്? ഷെരീഫെ നീ മാഞ്ഞാൻ നിർത്തിക്കാണ് മര്യാദക്ക് പഠിച്ചാ. അല്ല
ഇജ്ജ് വിളിച്ചോളം ഇറങ്ങി വരും അതറിഞ്ഞു വരും എന്നാ തോന്നണേ വാപ്പസ് നോക്കേ ഈ 10ാം ക്ലാസ് തന്നെ ഞാൻ എന്ത് പഠിച്ചാനാ? അതിനല്ലേ നമ്മളെ സ്കൈടെക്സ് സ്കൈടെക്സോ? എടാ നമ്മളെ മൊബൈലിന്റെ ലാപ്ടോപ്പിന്റെ ഒക്കെ ചിപ്പ് ലെവൽ സർവീസ് ഇതൊക്കെ സിമ്പിൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് അത്. അവിടെ പഠിച്ച ജോലി കിട്ടുന്ന ഉറപ്പുണ്ടാ? എടാ പൊട്ട ജോലി കിട്ടുന്ന 100% ഉറപ്പാണ്. അത് എഗ്രിമെന്റോട് കൂടിയിട്ട് നാട്ടിൽ വിദേശത്തൊക്കെ പ്ലേസ്മെന്റ്